ഇനി കണ്ടോ, ഇനി കണ്ടോ, ഇതാണ് ഒറിജിനൽ ഇതാണ് ഒറിജിനൽ കളി. വളവിലൊന്നും ഇടിക്കൂല, ഇനി എങ്ങും തട്ടുപോലും ഇല്ലല്ലോ വണ്ടി. വേളെ കളഞ്ഞല്ല അവനെയൊക്കെ. വാടാ വാടാ വാടാ. സ്പീഡ് കയറണേ, ബാക്ക് പോയിട്ട് ഞാൻ കൂടുതൽ അയ്യോ 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 ദേവിയേ ദേവിയേ, ഏറ്റവും ലാസ്റ്റാണ്. 12ാമത് ഇത് റീവൈൻഡ് അടിക്കാൻ പറ്റൂ. ഒന്നാമത് നിന്നതാ ഞാൻ. ആർക്കാടാ കൈയടിക്കുന്നത്? NPC-കളെ കളിയാക്കാറ്. എന്റെ ഒരു ചെക്ക് പോയിന്റ് വലത്തേ കൂടെ പോയടാ. ഇവരെ പറ്റിക്ക് അടുത്ത ചെക്ക് പോയിന്റ്. ഓ, എന്നെ കണ്ടുപിടിച്ചടാ, എന്നെ ആ ചെക്ക് പോയിന്റ് കൊണ്ടുവിട്ട്. വണ്ടിയുടെ പ്രശ്നമാണ്. സത്യം സത്യം സത്യം. ഈ ഒരു ഇത് നമ്മൾ ട്രയൽ, ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കുവാണ്. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നതല്ല. എന്നിട്ട് ഇവനെയൊക്കെ ഞാനൊരു തോപ്പിക്കും. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, എൻ്റെ കംബാക്ക്, റിയൽ കംബാക്ക്. ഇതിൽ നിന്ന് പഠിക്കുക നമ്മള്. അവരെല്ലാം അവരുടെ ലാപ്പ് കഴിഞ്ഞിട്ട് അവരുടെ സൈഡിൽ പഠിപ്പടം ചെയ്യാൻ കഴിക്കുന്നത്. എടാ ഇത് ഞാൻ ഇതിൽ എന്റെ കംബാക്ക് വന്നില്ലെങ്കിൽ ഞാൻ റീഷർട്ട് ചെയ്യണം. ഇതിൽ എന്റെ കംബാക്ക് വന്നില്ലേ സ്കൈഡാസ് ഒരു മൂഞ്ചൻ. ഇതിൽ കംബാക്ക് അടിച്ചില്ലെങ്കിൽ വാടാ. ഒരു കട്ടിലല്ലേ ഫ്രണ്ടില് ടയർ വെച്ച് ഓടിപ്പോണം. നോക്കത് വണ്ടിയാണത്, അത് കട്ടിലത്. വണ്ടി പോയില്ലടാ. നിർത്താം. കറക്റ്റാ പറയുന്നത്. 12th പൊസിഷനിൽ ഇല്ല ഇതല്ലേ ഇത് ഇന്ന് പറ്റി. ആ സ്റ്റിയറിംഗ് വീൽ ഇന്ന് കുരുങ്ങി. ഞാൻ വലിച്ചൂരി എടുത്തത്. വലിച്ചൂരിട്ട് പോവാമോ? അറിയാലോ. ഇല്ല ഇത് ലാസ്റ്റ് ആണ്, ലാസ്റ്റ് ഡേക്ക് ആണ്.
ലാസ്റ്റ് സ്റ്റീവാണൊക്കെ വെച്ചാണ് അതിൽ ഈ ട്രെയില് വലിയാട്. നീ തന്നെ ഇതിന് നീ തന്നെ. ഇത് നീ തന്നെ റീവൈൻഡ് അടിക്കുക. അങ്ങനെ ഞാൻ ജയിക്കത്തില്ല. വാടാ 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 ഓറിയോ പോടാ. അൾട്ടിമേറ്റ് കംബാക്ക് ഇതാണ്. വാടാ മണി അതെ കട്ടില്. പോയി കട്ടില് പോയി. നല്ല ഫാസ്റ്റ്. പോട്ടെ ആ പോലെ ചെക്ക് ആ எனக்கு ரொம்ப பிடிச்சது என்ன தெரியுமா, ஈகிளோட ஃபேஸ் ரியாக்ஷன். அவ்வளோ சீரியஸ் வச்சுட்டு ഇതിന് മുമ്പത്തെ ട്രെയിനിൽ വീണപ്പോ കണ്ടായിരുന്നു. அவனோட ஃபேஸ் எக்ஸ்பிரஷன் உண்டுல்ல. ഇങ്ങനെ പോലും എടുത്തു പറ്റില്ല. അണ്ണാ ആ റെഡ് ബ്രേക്ക് പിടിക്കണം. മനസ്സിലാവാ കോട്ടെ മുടിഞ്ഞു പോടാ നീയൊക്കെ പണ്ടാരാണ് കോട. ഇതൊക്കെ ബെറ്ററായി ഇവിടെ വരെ എത്തിയപ്പം. 57% வரைக்கும் ஃபர்ஸ்ட் வந்து. അല്ല ഇത് റീവൈൻഡ് അടിക്കുമ്പോ ഇവരെല്ലാം തിരിച്ചു വരൂടാ. റീവൈൻഡ് അടിക്കുമ്പോ വരും. അണ്ണാ ഞാൻ പറഞ്ഞു ഒന്നും പോട്ടെ ഇനി പോട്ടെ. അവിടെ വരെ വരുള്ളൂ കേട്ടാ. റിവൈൻഡ് ഉണ്ടോ ഇതില്? ഉണ്ട് റിവൈൻഡ് ഉണ്ട്. ഇത് ബോട്ട് റേസ് അല്ലേ? അങ്ങനെ പറയല്ലേ. ഞാൻ ആൾക്കാരെ എങ്ങനെയല്ല ഇൻട്രസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അറിയില്ല അണ്ണാ അവരെല്ലാം പോയി. റീവൈൻഡ് അടിച്ചിട്ട് എല്ലാവരും പോയി. റീവൈൻഡ് അടിച്ചിട്ട് അവരെല്ലാം പോയി. അണ്ണാ ഇതൊക്കെ എളുപ്പമുണ്ട്. അണ്ണാ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേ. അണ്ണാ താഴെ നീല ട്രാക്ക് ഉണ്ടോ? ആ വര അത് റെഡ് ആകുമ്പോഴേ ബ്രേക്ക് പിടിച്ചു നോക്കണ്ട. എടാ അതാ എടാ ഇത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പറ്റുന്നില്ല. അത് എനിക്കറിയാം. ചെയ്യാത്തോണ്ടല്ലോ. മനസ്സിലുണ്ടത്. പക്ഷെ നടക്കുന്നില്ലല്ലോ അത്. ഈ വട്ടം നമ്മ അടിക്കുവേ. വാടാ മക്കളെ. ഇത് സ്കൈഡാർസിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ. വെറുതെ പറയില്ലേ. ഓ അതേതോ മാളിയ വാ എങ്ങോട്ട് കാണാൻ തിരിച്ചു ഒന്നുകൂടെ പ്ലീസ്. ആ വാടാ വാടാ. എങ്ങോട്ട് പോ. അച്ഛനെയൊക്കെ വിറ്റ കാശ് നമ്മളെ കയ്യിലുണ്ടേ. ഇല്ല കിട്ടും ഓടിങ്ങോട്ട്. അതൊക്കെ ഓടിയത് എന്താ പവറാവും? അതൊക്കെ കിട്ടി. അതിന്റെ മണ്ടൽ അടിച്ചാൽ മതി. അന്നാ ഞാൻ ബൂസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും. വെറും 3 പേരുടെ വെറും 3 ബോട്ടുകൾ NPCകൾ. വെറും NPCകൾ. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന NPCs. ഞാൻ ഒരു മനുഷ്യൻ. വാ come on. You are the one.
ഇത് 5 രൂപ ഇല്ലാടാ. റീവേറ്റ് എവിടെ? റീവേറ്റ് എവിടെയാ? റീവേറ്റ് എവിടെയാ? തിരിച്ചു വാ, എല്ലാരും തിരിച്ചു വാ. നീയൊക്കെ തിരിച്ചു വാ. എല്ലാരും തിരിച്ചു വാടാ. വാടാ തിരിച്ച്. ഞാൻ വരാതെ ഒരുത്തിന് പോട്ടെ. നീ തിരിച്ചു വാടാ. തിരിച്ചു വാ നീ. ആ ഇവിടെ തിരിച്ചാക്ക് തിരിച്ചു വാ നീ. ആ എന്നാലും ഇടിച്ചവിടെ. തീല്ല രണ്ടുപേരുടെ ഉള്ളു. രണ്ടുപേരുണ്ട്. ഈസി ഈസി ഈസി. ഇതെനിക്ക് ഈസി ആയി റൈസ്. 60%. 60%. Come on. Come on. You can. Yes, I can. Come on, daddy. Let's go. അയ്യോ. easy. Come on. മാറാ. പോട്ടെ അമ്മ കയറിക്കൊണ്ട് വളം വരുന്നുണ്ട്. അവനെ ഇങ്ങോട്ട് വിടാം. കിട്ടി പിടിയണ്ടവനെ, പിടിയണ്ട. അത്ര അല്ലേ അല്ല പിന്നെ കളിപ്പുള്ള അല്ല. നമ്മള് ജയിച്ചില്ലേ? എടാ സ്റ്റീമിൽ ആ ഗെയിമിന് നോക്കട്ടെ എത്ര രൂപ നോക്കട്ടെ വെയിറ്റ് ചെയ്യ്. അത് പോപ്പർ കിടപ്പുണ്ട് 589. പക്ഷെ അത് 65 GB. 65 GB അതല്ലേ പറഞ്ഞേ. സ്റ്റോർ. എന്റെ 10 GB ആയി ഇപ്പൊ തന്നെ. പെട്ടെന്നാവും തോന്നുന്നു. സ്നോ റണ്ണറോ? യെസ്, സ്നോ റണ്ണർ. ഇതിനകത്ത് ഏതാ? 550 മേടിക്കണ്ടേ? അതിനെ ആഡ് ടു കാർട്ട്. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഹൈഡ് ചെയ്യുവാണേ. ഞാൻ ഒന്ന് മേടിക്കുകയാണേ. ഒരു സെക്കൻഡ്. ഇപ്പോൾ മേടിക്കുക. ഡൗൺലോഡ് ചെയ്യണം. കണ്ടിന്യൂ ടു പേയ്മെന്റ്. കോച്ച് യു പി ഒന്ന് സ്കാൻ ചെയ്തേ കോച്ച്. ഇവിടെ സ്ക്രീൻ ഗെയിം ക്യാപ്ചർ ഇതൊന്ന് സ്കാൻ ചെയ്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് 550 വരെ ഞാൻ അയച്ചു തരാം. അല്ല അയച്ചൊന്നും തരേണ്ട ആവശ്യമില്ല. കോച്ച് മേടിച്ച ചേഞ്ച് UPI. കണ്ടിന്യൂ. ഐ അഗ്രി. ദിനേശൻ. ഫോൺ നമ്പർ 96 61 72 68 96 93. ഏതാച്ചും അടി ചുമ്മാ അടി കീബോർഡിൽ இருக்க എല്ലാ ബട്ടണും നമുക്കടാ. ഇല്ല ഒന്നും പ്രശ്നമില്ല. കോച്ച് ഞാനൊരു ജെനുവിൻ ബയർ ആണ് അവരുടെ. മനസ്സിലായി? மெண்டல் அது அட்ரஸ் நீ அதுல வந்துட்டு இமெயில் அடிக்கிற பாரு. அப்ப நான் என்ன சொல்றது? അഡ്രസ് ആണോ? മാനസം പുന്നമൂട് PO കൂടൽ. മെട്രോ സിറ്റിയും കൂടെ ആഡ് ആ കോച്ച് സ്കാൻ ചെയ്ത് பண்ணிட்டு സ്റ്റിയറിംഗ് ആംഗിൾ കുറയ്ക്കുക. എന്നിട്ട് ട്രക്സും കളിക്കുമ്പോൾ കൂട്ടിയാൽ മതി. സ്റ്റിയറിംഗ് ആംഗിൾ ഇത് ഏത് ഇതാണോ കുറയ്ക്കണ്ട ബ്രോ? ഈ മറ്റേ മോസയിലുള്ള സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി. കോച്ച് അത് പോയി. കോച്ച് പേ. டவுனா இருக்கா? കള്ളൻ കഴിച്ച് ഞാൻ ഫോൺ എടുത്തിട്ട് വരട്ടെ ഗൈസ്. കള്ളൻ டவுன்னு வருது. ഡൗൺ അല്ല. ഇന്ന് കോഴിക്കട നിന്ന കാശ് ഈ ഗെയിമിന് പോയി. ഓവർ ടൈം പണിക്ക് വെക്കണം.
കള്ളം കോച്ച് അതെ guys, ഇത് സത്യമായിട്ട് അതെ, കള്ളം ഒരു 550 രൂപ തരാനില്ലെന്ന് പറഞ്ഞ അയ്യോ. അക്സെപ്റ്റ് ഗൈസ്. ഡൗൺലോഡിങ് 45 GB. ഇത് പെട്ടെന്നാവല്ലോ പിന്നെ. അണ്ണാ എന്റെ ലൈവ് ഓക്കെ, ഇതാണ് ഗെയിം. ലൈവ് ഓക്കെ ഭയങ്കര സ്ലോ ആയത്. നോക്കിയോ അത് കാണി തിരിച്ചു കാണാവോ? നോക്കട്ടെ. കാണുന്നുണ്ടോ? എനിക്ക് ഹെൽപ്പൊന്നും വേണ്ടായിരിക്കും. എന്റെ വണ്ടി നിനക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ വണ്ടി ഇത് എന്തൊരു വണ്ടിയായത്? നിന്റെ വണ്ടി പറഞ്ഞു എനിക്ക് തോന്നേ. തോമ ഹെൽപ്പ് വേണോ? ഞാൻ വലിക്കാം. എടാ നമുക്കിത് കളിക്കാൻ കേട്ടോ. ഇത് കണ്ടാ? ഇത് നമുക്ക് വലിച്ചേൽപ്പിക്കാനായി പറ്റും. കണ്ടാ ഓടാ തോമ ഞാൻ ഹെൽപ്പ് ചെയ്യാടാ. അമ്പോ ഇത് വിഷയമായിരിക്കും കേട്ടാ. ഭയങ്കര സ്ലോ ആയത്. റേസ് ഇവ വണ്ടി കൊണ്ട് വന്നേക്കാണ് പോകച്ചട്ടി. ആടാ ആളിയാ കിടിലം. നിക്ക് ഗൈസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. 6 GB കംപ്ലീറ്റഡ്. കേരള വിഷൻ ദ ബെസ്റ്റ് എവർ നെറ്റ്വർക്ക്. 360 ഡിഗ്രി മാക്സിമം. മോസ്റ്റയില് ബ്രോ ഞാനിപ്പോ ഓക്കെ അതാ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന എന്താ ഇത് സെന്റർ 360 മാക്സിമോ. അത് റേസിംഗ് ഗെയിംസ് കളിക്കുമ്പോഴാണോ വേണ്ടത്? റേസിംഗ് ഗെയിംസ് കളിക്കുമ്പോഴാണോ 360 മാക്സിമം? ആ ശരിയാടാ, ഇത് ഇത്രയപ്പോ കറങ്ങുള്ളല്ലേ. ഓ ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ട്. ആ ഓക്കെ 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 മനസ്സിലായി. ഇതിപ്പോ അനങ്ങണില്ല. പക്ഷെ ഇതിനകത്ത് ആ ഗെയിം ഇല്ലല്ലോ. ഇതിന്റെ കോൺഫിഗറേഷനകത്ത് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്തുള്ള ഗെയിംസ് അതാണ് ഇത് മോശ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് ഇതൊക്കെയാ. ഇതില് മോശ സപ്പോർട്ട് ആവുന്ന ഉണ്ട്. സ്നോ റണ്ണർ ഉണ്ട്. 4 മണിക്ക് നോക്ക്. അല്ല കോച്ച് എനിക്ക് കാണണ്ട. കോച്ച് കള്ളാണ്. ഇവൻ പറഞ്ഞ ഇതിലിട്ടിട്ടെ നമുക്ക് ഈ റേസിംഗ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നോക്കാം. വിന്നറേ നമ്മളെ ഒരു വട്ടം പോലും ബാക്ക് റീപ്ലേ അടിക്കാതെ നമ്മള് ജയിച്ചത്. നിങ്ങക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ ഇത് പറയണ്ട. വണ്ടി വല്ലതാ വൈപ്പർ GTS. അത് കൊള്ളാടാ. മറ്റേ ഇതുപോലുണ്ട്. എന്താ പറയാ പുതിയ മോഡൽ സുപ്ര ഇല്ലേ, അതുപോലുണ്ട്. അതിനകത്തുണ്ട്. അത് നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് കിട്ടുമോ? അതെനിക്കറിയാം. എടാ ഇവൻ കിടിലൂടാ. ഇവൻ പറഞ്ഞ ശരിയാ. ഇത് മാക്സിമം ഇത്ര ഇട്ട് വണ്ടി അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്ത് കണ്ടോളാം. ഞാൻ ഒരിടത്ത് പോലും ഇടിക്കാതെ പോവാ. നോക്കണേ ഇപ്പൊ സെറ്റായി ബ്രോ. താങ്ക് യു സോ മച്ച്. വെറുതെ അല്ല കണ്ടാ വണ്ടി പോണ പോക്ക് കണ്ടാ നിങ്ങള്. ഇതിൽ എന്റെ ഫേവറേറ്റ് കാർ ഏതാന്ന് അറിയോ നിങ്ങക്ക്? ഇതിനകത്ത് ഇനി കാർ മാറ്റുന്നത് എങ്ങനെയാ? ഇത് കണ്ടാ ഇതില്ല. എന്റെ ഫേവറേറ്റ് കാർ ഇതാ കോർവെറ്റ്. ഇത് ഒരു രക്ഷയില്ല. ഇത് കിട്ടിയില്ല സാധനമാ. ഇതിനകത്ത് ഏത് സൂപ്പർ ആണോ? അണ്ണാ അത് പഴയ സൂപ്പർ അതാണ് അവനെ വികാരം. അത് പണി എണ്ണ കൊണ്ടുപോയി മോഡിഫൈ നോക്കട്ടെ. അതാണ് ടർബോ ആഡ് ചെയ്യാൻ പറ്റും. സീനായിരിക്കും. സൗണ്ട് നോക്കിയേ. ഇതിന്റെ സ്റ്റോപ്പ് സൗണ്ടാ. അവന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്നും ഒരു ബലമില്ലെന്ന്. ഇത് കൺട്രോളൊക്കെ ഭയങ്കര പാടാ.
ഇത് എത്ര കീറോടാ ടോപ്പ്? ഇതിന്റെ ക്യാബിൻ ഞാൻ നോക്കിയോട്ടെ. ഓ പഴയ ആ പഴയ ഇത് നോക്ക് ഗൈസ്, കൺസോളൊക്കെ നോക്ക് എന്റെ അമ്മോ. ആ ടർബോ വിസിലും കേട്ടാ വഴിയൊന്നും. അതുകൊണ്ടാ ആ? ഇതിന് സ്റ്റോക്കാണ്, ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഇതിന് മിസ്സിംഗ് വരും. ആ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് മിസ്സിംഗ് കുറച്ചിട്ടേക്കോ. അയ്യോ ഏതോ കീ ചെക്കണോ? ആണോ? അത് എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നോക്കിട്ട്. എന്നാ ആദ്യം എസ് പഠിച്ചേ. ഒരു മിനിറ്റ് കൺസോൾ അല്ല, എന്താടാ പറയണത്? അതിനെന്തോ പറയണത്? ഡാഷ്ബോർഡ് അല്ലടാ അതിന്. ആ ഇതിനൊക്കെ സ്പീഡോമീറ്റേഴ്സിനും ക്ലസ്റ്റർ ഇതല്ലേ, സ്റ്റിയറിംഗ് അല്ലേ ക്ലസ്റ്റർ എന്ന് പറയണേ? സ്റ്റിയറിംഗിന്റെ ഫ്രണ്ട് സ്റ്റിയറിംഗിന്റെ ഫ്രണ്ടിലുള്ള സ്പീഡ്. ആ ശരിയാ, ക്ലസ്റ്റർ. ആ ക്ലസ്റ്റർ അത് തന്നെ. ഇല്ലടാ ഇത് ആ പുള്ളി പറഞ്ഞത് ശരിയാ. ഈ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി കുറച്ചിട്ടപ്പം വണ്ടി കുറച്ചുകൂടെ കൺട്രോളബിളാ. പക്ഷെ ഇത് വണ്ടി ഭയങ്കര സ്പീഡുള്ള വണ്ടിയാ, മനസ്സിലായി? ഇത് ഇച്ചിരി പാടാ ഗൈസ്. ഇത് ഇച്ചിരി പാടാ. നമുക്ക് ഈ പയ്യെ വല്ലതും പോകുന്ന ഗെയിമുകൾ കളിക്കുന്നതായിരിക്കും നല്ലത്. അണ്ണനെ സെറ്റിംഗ്സിൽ മറ്റേ കിലോമീറ്റർ പെർ അവർ ആക്കി. അങ്ങനെ ആക്കാൻ പറ്റുമോ? പറ്റും. എവിടെ? അത് ആക്സിബിലിറ്റി ആണെന്ന് തോന്നുന്നു നേരത്തെ. അതിനകത്തല്ലെങ്കിൽ ഹഡ് ആൻഡ് ഗെയിം പ്ലേ കാണും. ഇതില് സ്പീഡോമീറ്റർ അനലോഗ് മാറ്റണം. പക്ഷേ അതല്ല, യൂണിറ്റ്സ് താഴെ ഉണ്ട്. സ്പീഡോമീറ്ററിന് താഴെ യൂണിറ്റ്സ് ഉണ്ടാ. അതല്ല, അത് അനലോഗ് ഇരുന്നോട്ടെ. എന്നാലും കറങ്ങുന്ന സാധനം വരത്തുള്ളൂ. യൂണിറ്റ്സ് മാറ്റിക്കേ. ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു കിലോമീറ്റർ. ഇംഗ്ലീഷ് ആക്കി സേവ് ആക്കി. മെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇനി കിലോമീറ്റർ ഇല്ല, മൈൽ പെർ അവർ. മെട്രിക് ഇതിന് കൊറേ ട്യൂൺസ് ഒക്കെ ഡൗൺലോഡ് ഒക്കെ ചെയ്യാൻ കിട്ടൂടാ. കഴിഞ്ഞു, സ്നോറർ കഴിഞ്ഞു. എന്റെ ആയതുപോലും ഇല്ല. കേരള വിഷൻ ബ്രോ, കേരള വിഷൻ. ഇത് പ്ലാൻ വേറെ മോനെ 1 GB per second. Let's go. ഇവിടെ എത്ര പ്ലാൻ എടുത്താലും 40 MB മാക്സിമം കിട്ടത്തുള്ളൂ. ഞാൻ ഫോർത്ത് ക്ലോസ് ചെയ്യണേ ഗൈസ്. ഞാൻ ഫോർത്ത് ക്ലോസ് ചെയ്തു. നമ്മൾ ഇനി സ്നോ റണ്ണറില് നമ്മൾ ഓഫ് റോഡ് കയറാൻ പോവാ. പമ്പ ഗണപതിയൊക്കെ ഇട്ട് നാടിന്റെ അധിപതി പാട്ടൊക്കെ ഇട്ട് നമ്മൾ വിടുവാണ്. ഞാൻ വിയർത്ത് പുഴുങ്ങണം ഗൈസ്. എന്നെ കണ്ടാ നിങ്ങൾ മയിരി. ഒരു പുള്ളി ട്രൈ ചെയ്യാൻ പറഞ്ഞേട്ടാ, പ്ലഗ് ഒന്ന് ഊരിട്ടൊന്ന് കുത്തണം എന്ന് പറഞ്ഞു. എന്ത്? എസിന്റെ പ്ലഗ്. എസിയുടെ പ്ലഗ് ഊരി കുത്തി എങ്ങനെ ഇതാവുന്നത്? നീ മണ്ടനാണ്. അല്ലല്ല, അങ്ങനെ ഒരു പുള്ളി പറഞ്ഞു. കുറെ മെസ്സേജ് ഒരു പുള്ളി ഇപ്പൊ ചാറ്റിൽ ഒന്ന് പറയാം, സ്കൈഡാർസ് തുണി പൊക്കിയിട്ട് ഒരു ഫോട്ടോ അയക്കി എന്ന് പറഞ്ഞാൽ നീ അയക്കോ? ഡൗൺലോഡ്. ലെറ്റ്സ് ഫക്കിംഗ് ഗോ. ഇനി ഇത് മോസയിൽ നമ്മൾ ഇത് ചെയ്യണം. ഇത് മോസയുടെ അത് ഗെയിം നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് കളയണം. ട്രേയിൽ നിന്നും കളഞ്ഞാലേ അത് വരത്തുള്ളൂ. ഇനി എക്സിറ്റ് അടിച്ചിട്ട് മൂസാപിറ്റോസ് തലേ തോർത്ത് കിടന്നു. തോർത്തില്ലടാ എൻ്റെ കയ്യില്. The current freezer has been do not save. വേണ്ട. ഡിസ്കോഡ് ഓപ്പൺ ചെയ്തു. ഞാൻ എന്തൊക്കെയാടാ ചെയ്യുന്നേ? ഹലോ ഈഗിൾ ഗെയിമിംഗ്. വന്നു. ഇനി ആ 360 ആക്കിയത് കൂട്ടാം. Config. Sorry, telemetry data for this game is currently not available. Okay, thank you so much. അത് കോൺഫിഗർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ഇതപ്പോ ഇത് എത്ര ആവണം? ഇത് എത്ര? ഇതിപ്പോ 900 ഡിഗ്രി വരെയായി. ഇത് ഈ ഓഫ് റോഡ് ഒക്കെ ഓടിക്കാൻ
ഇത്രയും പോരാ. ഒരു ബസ്സൊക്കെ ഓടിക്കുന്ന ആ ഒരു ഇത് വരണം. എന്നിട്ട് എനിക്ക് മറ്റേ മണിക്കുട്ടി നീ എന്റെ മുടിയിൽ ചൂടി പഞ്ചാര പായസം ആ സാധനം ഇറക്കണം എനിക്ക് വീഡിയോ. കണ്ടിന്യൂറ്റി ലോഞ്ച്. ബസ്സെടുക്കാം. ഓപ്പൺ സ്റ്റീം. ഓക്കെ, നോക്കട്ടെ. പക്ഷെ ഇതിനി നമ്മൾ മൊത്തം സെറ്റ് ചെയ്യണം ഗൈസ്. ഇതിനി ഈ സ്റ്റിയറിങ്ങും ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇത് ചെയ്യണം. അത് ഗെയിമിൽ പോയിട്ട് മാനുവൽ ചെയ്യേണ്ടി വരണം. അതാ പറഞ്ഞു, ഗെയിമിൽ പോയിട്ട് മാനുവൽ ചെയ്യേണ്ടി വരും. കീബാൻഡ് സെറ്റ് ചെയ്താൽ മതി. സ്നോറണർ ഡെവലപ്ഡ് ബൈ സാബർ ഇന്ററാക്റ്റീവ്. സാബറിന്റെ ഗെയിമായിരുന്നു. നമ്മുടെ പയ്യൻ സാബിർ. പിന്നെ എന്റെ മൗസ് കാണുന്നില്ല കേട്ടാ. ഇത് ഈ ട്യൂൺ ഫസ്റ്റ് കേട്ടപ്പോ നിങ്ങൾക്ക് ഏത് ഗെയിമാ ഓർമ്മ വന്നെന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിലൊന്നിടോ ഈ ട്യൂൺ കേട്ടപ്പോ. എല്ലാവർക്കും ഒരേപോലെ വരത്തുള്ളൂ. കൺട്രോളർ, സ്റ്റിയറിംഗ് വീല്, കൺട്രോൾസ്. ഇത് സ്റ്റിയറിംഗ് വീലാ ഇട്ടേക്കുന്നത്. പക്ഷെ കൺട്രോൾസിൽ കണ്ട മാറണം. അത് ഞെക്കിട്ടാണ് സ്റ്റിയറിംഗ് വീലില്. അല്ലല്ല, താഴെയാന്ന് തോന്നുന്നു. കസ്റ്റം ആഡ് ഓൺ ആക്ഷൻ, നമ്പേഴ്സ്, സ്റ്റിയറിംഗ് വീല്. അതെ. ഡയറക്റ്റ് ഇൻപുട്ടാണ്. ഡയറക്റ്റ് ഇൻപുട്ട് അതന്നെ. ഇതിനകത്ത് മോശമൊന്നും ഇല്ലടാ. ട്രസ് മാസ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ. Let's fucking go. Event sound, SFX. സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു കൊടുത്തത് അപ്പൊ തന്നെ വരും കറക്റ്റ്. സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തിട്ട് ഒന്നും വരുന്നില്ലല്ലോ. അതല്ല, കീബാൻഡിങ്ങിൽ സ്റ്റിയറിംഗ്, ആക്സിലേറ്റർ, ബ്രേക്ക് അതൊക്കെ ഇല്ലേ? അതിൽ സ്റ്റിയറിംഗിന്റെ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചാൽ തന്നെ സ്റ്റിയറിംഗ് അതിൽ വന്നോളും. ആക്സിലേറ്ററിൽ എണ്ണം പെഡലൊന്നും ചവിട്ടിയാൽ മതി, ബ്രേക്ക് പെഡലിൽ ചവിട്ടിയാൽ മതി. അതാ പറഞ്ഞ അതെങ്ങനെ സെറ്റ് ചെയ്യത്? നേരത്തെ വന്നായിരുന്നല്ലോ കൺട്രോൾസ്. ഇതില് ആ ത്രോട്ടിൽ ബെൽറ്റ് ക്ലിക്ക് ചെയ്യണമെന്ന് സ്റ്റിയറിംഗ് തിരിച്ചു നോക്കി വരുന്നുണ്ടാ നോക്കി. വന്നാ സ്റ്റിയറിംഗ് തിരിച്ചപ്പം? ബ്രേക്ക് ഇല്ല. ഓടാ നമുക്ക് ചുമ്മാ ഒരെണ്ണം തുടങ്ങി നോക്കാം. ന്യൂ ക്യാമ്പയിന്, ന്യൂ ഗെയിം പ്ലസ്. The truck industry is predicted to grow up to 21% in next 10 years. അങ്ങനെ ഹാൻഡ് ബ്രേക്ക്, റിലീസ് ദ ഹാൻഡ് ബ്രേക്ക്. അത് ഏത് ബട്ടൺ? സ്റ്റിയറിംഗ് ഉണ്ടാ നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത് തൊട്ടിട്ട് പോലും ഇല്ല. തന്നെ അങ്ങോട്ടോ പോവോ ഈ വണ്ടി? ഇല്ലടാ, ഇത് ഇതിനകത്ത് വർക്ക് ആവുന്നില്ലടാ. ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് വീല് ഏറ്റവും ലാസ്റ്റ് ഉള്ള ഇതില് സ്റ്റിയറിംഗ് ആക്സിസ് സാധനം ഉണ്ടോ നോക്കിയാണ്. വീൽ കൺട്രോൾ, ത്രോട്ടിൽ പെഡൽ, ബ്രേക്ക്, ക്ലച്ച് സെറ്റ്. ക്ലച്ച് ഇല്ല വണ്ടിക്ക്, എന്ത് ചെയ്യാൻ പറ്റും? ക്ലച്ച് വേണ്ട, ഓട്ടോമാറ്റിക്.
ഓട്ടോമാറ്റിക് ഓടിക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ മോശം ആപ്പ് ചെയ്യാന്നുണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ. ഓട്ടോ ഇതെന്താ ഗിയർ ഓട്ടോ അല്ലേ? ഓട്ടോ ഇടാം. ആ ഇത് ഓട്ടോ എങ്ങനെ ഇടും? അതെനിക്ക് റിവേഴ്സ് ബട്ടൺ 13 അൺഇൻസ്റ്റാൾ സെറ്റ് ചെയ്യാൻ തോന്നുന്നു. അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അണ്ണാ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തോണ്ടൻ. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ തിരിയുന്നുണ്ടോ? പോകുന്നുണ്ടോ വണ്ടി? ഇല്ല, അനങ്ങുന്നില്ല വണ്ടി. ഗിയർ ഇപ്പോൾ ഡ്രൈവിലാണോ കിടക്കുന്നത്? റിവേഴ്സ് ആണെന്ന് തോന്നുന്നു. റിവേഴ്സ് ആണ്, റിവേഴ്സ്. അതെ, ബാക്കിൽ വൈറ്റ് ലൈറ്റ് ഉണ്ടോ? റിവേഴ്സാ. റിവേഴ്സോ? ആ, ഇത് റിവേഴ്സ് ഗിയറിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പോട്ട് പോകാത്തത്. അപ്പൊ ഇത് ഓരോ സ്വിച്ചിനും ഇത് കൊടുക്കണോ? അണ്ണാ ഹൈ ഗിയർ അണ്ണ ഗിയർ ഇല്ല. ഗിയറിന്റെ എടുത്തില്ല, ഗിയർ വരുന്നതേ ഉള്ളൂ. ആ, അപ്പൊ തൽക്കാലത്തേക്ക് അണ്ണൻ ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഹൈ ഗിയർ ഉണ്ടോ? ഹൈ ഗിയർ അതിലും കീ വെച്ചോളൂ. ആ, എന്നിട്ട് അത് ഞെക്കുമ്പോ മുമ്പോട്ട് ഗിയർ ആവുന്നുണ്ടോ നോക്കി. ഹൈ ഗിയർ. ഇത് ലോ ആണോ? ആ, അത് ലോ. നീ നോടി ചോക്ക്. ഹാൻഡ് ബ്രേക്ക് ഇടുന്നു അണ്ണൻ. റിവേഴ്സ് ഗിയറാ. ഇപ്പൊ റിവേഴ്സ് മാറിയായിരുന്നു. എടാ, ആ ബട്ടൺ കൊടുത്തത് ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. അണ്ണ ഹാൻഡ് ബ്രേക്ക് ഇത് സേഫ് ആണ് കൊടുത്തേ. ആ, എനിക്കറിഞ്ഞൂടാ. ഇത് ഭയങ്കര സ്ലോ ഗെയിമാ. എന്ന് വെച്ചാ പഴയ ക്ലച്ചൊക്കെ ചവിട്ടി വയ്യ ഓട്ടിയാണ് ഗെയിമാണത്. ആണ് ഗൈസ്, ഹൈ ഗിയർ. ഇത് എനിക്ക് മനസ്സിലാവില്ല. ആ ബട്ടൺ 13 ഏതാണോ വെച്ചേക്കുന്നത്? ഹൈ ഗിയർ ഈസ് ഹാൻഡ് ബ്രേക്ക് എന്നോ? ഹൈ ഗിയർ ആണോ ഹാൻഡ് ബ്രേക്ക്? ആ മെഴുകി. അപ്പൊ ലോ പ്ലസും അത് ആണോ? ലോ പ്ലസ് ഇല്ലല്ലോ. ഉണ്ടല്ലേ, ലോ പ്ലസ് ലോ മൈനസ് ആണ് ഗിയർ എന്ന് തോന്നട്ടോ. ആണോ? ചാറ്റി പറയുന്നു. ട്രൈ നോക്കാം. ഗൈസ് ആണോ? ഒന്നും അറിയാവുന്നവരോട് ഇത് പറഞ്ഞു തരുമോ? അറിയത്തില്ല, എനിക്ക് പയ്യനെ വിളിക്കും. ഗെയിം തെറാപ്പിസ്റ്റ് വിളിക്കണോ? വിളിച്ചു. ഹൈ ഗിയർ ഹാൻഡ് ബ്രേക്ക് അല്ല, അതാണ് എന്റെ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഓട്ടോ നമുക്ക് ഇതാക്കാം. ഓട്ടോയിൽ ഇട്ടിട്ട് കണ്ട. പക്ഷെ ഈ ബട്ടൺ ഞെക്കുമ്പോ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവുക. എനിക്കിത് കീബോർഡിൽ ഓടുന്നോ നോക്കട്ടെ. ഇത് കീബോർഡിൽ ഓടുന്നില്ല ഇപ്പൊ. നേരത്തെ മാറ്റിയോണ്ടാ കീബോർഡ്. ഒന്ന് കേടത്തെ സെറ്റിംഗ്സില് സ്റ്റിയറിംഗ് വീല് അതിൽ ഏറ്റവും താഴെ പോകുമ്പോ ട്രാൻസ്മിഷൻ ഉണ്ടാ നോക്കി. ഇല്ല, ഇത്രേ ഉള്ളൂ. കുറച്ച് മേലോട്ട് പോയപ്പോ ഇല്ല, ഇത്രേ ഉള്ളൂ. ട്രാൻസിഷൻ സാധനം ഇല്ല. ഇല്ല, ഒന്ന് താഴെ പോവോ? താഴെ പോവാ. കണ്ടുപിടിച്ച് തരാൻ പറ്റി. ഇതില് വരേണ്ടത് ആക്ച്വലി ഗിയർ അപ്പ്. താഴെ ഒരു പ്ലസ് കൂടി ആഡ് ചെയ്യാന്ന് പറയണത്. അത് ഇതാടാ, അത് ഇതുണ്ട്. അത് ഇതിന്റെ സെറ്റിങ്സ് ഇതൊക്കെയാ. മ്യൂസിക് വോളിയം. ഇത് ഈ വണ്ടിയുടെ ആണ്. ഇത് മറ്റേ ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ്ട്. പേഡ് പെഡൽസ്, ഇൻവേർട്ട് വീല്, ക്ലച്ച് പെഡൽ MD. ഇനി ലോ പാഡിൽ ഷിഫ്റ്റേഴ്സ് ആഡ് ചെയ്യും. ലോ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസും കൂടി ആഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് പ്ലസ് ആക്കിയ താഴെ. എടാ, ഞാൻ ചോദിക്കുന്നത് അതല്ല. അപ്പൊ എങ്ങനെയാണ് ഇത്? ആ ലോ പ്ലസ് ഇത് ഇപ്പം ക്ലിക്ക് ചെയ്ത് ഇതാണ് ഗിയർ അപ്പ് ചെയ്യുന്നതാണ് പറയണ എല്ലാരും. ഗിയർ അപ്പ് ചെയ്യാന്ന് പറയാം. അക്സെപ്റ്റ്. എന്നിട്ട് ഞാൻ ഗിയർ ഇടുന്ന അതെടുക്കുമ്പോ ഹാൻഡ് ബ്രേക്ക് ആകുമോ? റിലീസ് ഹാൻഡ് ബ്രേക്ക് എന്ന് കണ്ട. You can also try to help yourself by another vehicle that you are. ഇത് വണ്ടി തിരിയുന്നുണ്ടോ നോക്കിയേ? അവനോട് സ്റ്റിയറിംഗ് തിരിയുന്നുണ്ട്. സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് തിരിയുന്നില്ലേ ഗൈസ്? ഇതാ ഞാൻ തിരിക്കുന്നതിനനുസരിച്ച് വേറെ ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഞാൻ വേറെ ബട്ടൺ കൊടുക്കാം.
പാഡിൽ ഷിഫ്റ്റിന്റെ ബട്ടണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഇട്ടാ ഓടിക്കാൻ രസം കാണത്തില്ല. അണ്ണൻ ഇൻ ഗെയിമിനകത്ത് കീബോർഡിൽ വി ഞെക്കിയ ഗിയർ ബോക്സ് ഓപ്പൺ ആവും. അതിൽ ഓട്ടോമാറ്റിക് ഇടാൻ പറ്റും. പക്ഷെ അത് ഓട്ടോമാറ്റിക് ഓടിക്കാൻ രസം കാണൂല. അതാണ് ഇത് ഏത് ബട്ടൺ ബട്ടൺ ഒന്ന് ഇതിപ്പോ ഇത് വണ്ടി അനങ്ങുന്നില്ലടാ. അണ്ണാ വി ഞെക്കി കീബോർഡിൽ വി ഞെക്കി വി 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 ആ ഇതിൽ വന്നാ എന്തോ ഒന്ന് ഇത് വേറെ ഫുൾ മാറി വിഞ്ചു വന്ന് ആ വണ്ടി സ്റ്റാർട്ടല്ലേ ഇപ്പൊ. ഇത് തന്നെ പുറകിലോട്ട് പോയി. ഞാൻ ഒന്നിനും ചവിട്ടിയിട്ടില്ല. ഹലോ കോച്ച് ഹലോ. ഒരു വീട് പോയി ആശാസം ഉണ്ടാക്കി. ഇത് തന്നെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുക. ഓട്ടോ റിവേഴ്സിലാണെന്ന്. ആ ഓട്ടോ റിവേഴ്സ് അതാണ് ഇതിൽ അടിയിൽ സൈഡിൽ കാണിക്കുന്ന ഓട്ടോ റിവേഴ്സ്. ട്രക്ക് എടാ ഒന്ന് പറഞ്ഞതാടാ. ഞാൻ നോക്കുന്നുണ്ടോ ഓട്ടോ ഇതിങ്ങനെ ശരിക്കും അറിയണ ആരെയും ചാനലുണ്ട് നിങ്ങൾക്ക് വി സി തരാം. വിസി വരാവേ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ വിസി വരാവേ. ഒരാൾക്കൊരു ഓഫർ. നാളത്തെ മന്തി ഞാൻ ഇത് ചെയ്ത് തരും കേട്ടാ. സ്റ്റാർ